വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇഷകൂട്ട എവിടെ വന്നിരിക്കുന്നേ? ഹാങ്ങിങ് ഗാർഡൻ. യെസ്, നമ്മൾ കൽബ ഹാങ്ങിങ് ഗാർഡൻ ആണ് വന്നിരിക്കുന്നത്. വാട്ടർഫോൾ. സോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൽബ ഹാങ്ങിങ് ഗാർഡനിലാണ്. അപ്പോൾ ഇച്ച പാർക്കിംഗ് ഇടാൻ വേണ്ടി പോയിരിക്കുകയാണ്. 1 ഹവറിന് 10 dirhams ആണ് പാർക്കിംഗ് ഫീ വരുന്നത്. പിന്നെ ഇതിനകത്തേക്ക് അകത്ത് കയറുമ്പോഴും എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ശിവട്ട ഇവിടെ ഇങ്ങനെ നടക്കാണ് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. പാർക്കിംഗ് ഇട്ടാ? ആണോ? ഓ, പാർക്കിംഗ് വരുന്നത്. പോവാം നമുക്ക്. അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. ഇതിലാണ് എൻട്രി? ഇതിൽ എൻട്രി ഉണ്ടാവും. അപ്പുറത്തുണ്ടായിരുന്നു എൻട്രി. ഇഷ്ടായ ട്രെയിനിൽ കയറാനാ? അതേടെ പാർക്ക് നോക്കിയത്. അവിടെ നോക്കിയ പാർക്ക് പാർക്കല്ല. അടിപൊളി, നല്ലൊരു റിഫ്രഷിങ് പ്ലേസ് ആണ്. അടിപൊളി. ഓ, ഫോട്ടോന് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെ. ശിക്കുട്ട പാർക്കിൽ പോവാം. എവിടെ പാർക്ക് ശിക്കുട്ടല്ലേ? തണുപ്പുണ്ട്. പാർക്കിൽ കളിക്കാൻ വേണ്ടിട്ടേ നമ്മളെ ഫസ്റ്റ് ട്രെയിനിൽ കയറിയിട്ട് പാർക്കിൽ കളിക്കാം ശിക്കുട്ട. ഓക്കെ, ഇതേ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നു. ട്രെയിനിൽ കയറി അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ഫിനിഷ് ആയിരിക്കുകയാണ്. ഇറങ്ങാം. ഇതെന്താ ജ്യൂസാണോ? അത് ഇതെന്താ ജ്യൂസാ? നമ്മളിപ്പോൾ ചായ വാങ്ങിച്ചു, ഫ്രഷ് മിൽക്ക് ടീ, പിന്നെ കുട്ടികൾക്ക് പറ്റിയ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊരു ജ്യൂസ് വാങ്ങിച്ചു. നമ്മളത് കളിക്കാൻ വേണ്ടി അപ്പം തന്നെ ഓടും. അപ്പോൾ നമ്മളിവിടെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 10 dirhams ആണ് അല്ലേ? 10 dirhams. കുട്ടികൾക്ക് 10 വയസ്സിന് താഴെ എന്തോ ഫ്രീ ആണ്. അതുപോലെ ട്രെയിൻ ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് 5 dirhams ആണ്. അതും കുട്ടികൾക്ക് ഫ്രീ ആണ്.
10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെറിയ കമ്പറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനൊക്കെ പറ്റും. പിന്നെ ഫുഡ് അലൗഡാണ് ഇതിനകത്തേക്ക്. അകത്ത് നമുക്ക് ഈ ഗാർഡൻ ഏരിയയിൽ ഇവിടെ ഈ ഭാഗത്ത് ഫുഡ് നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങൾ ഒരു സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. അതുപോലെ പാർക്ക് സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. ഇനി മുകളിലേക്ക് കയറണമല്ലോ സഞ്ജു? മുകളിൽ കയറാനുണ്ട്, അത് കയറണം. അവളുടെ കളി കഴിയട്ടെന്ന് വെച്ചിട്ടിരിക്കുക. അവൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പോൾ കളിച്ച് തിമിർത്ത് ആഗ്രഹമൊക്കെ അവിടെ തീരട്ടെ എന്ന് കഴിഞ്ഞിട്ട് പോവാം. ഹാൻഡ് റൈഡിൽ നിന്ന് നല്ല രസമുണ്ട് ഇവിടെ. വാ ഫ്ലവേഴ്സ് ഒക്കെ നോക്കി. നൈസ് വ്യൂ കേട്ടോ. അതൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ടേ. യെസ്, എങ്ങനെയുണ്ട് റെസ്റ്റ് ഏരിയ സഞ്ജു? ഞാൻ പ്രകൃതിയുടെ ആളാ. ഇവിടെ നമ്മൾ മുകളിലെത്താറായി. ഇവിടെ സ്റ്റെപ്പൊക്കെ കയറിയല്ലേ? അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അയ്യാ, എന്നാലും ഇഷ്ടപ്പെട്ടം കയറിയിട്ട. ആ അത് റോഡാണല്ലേ. ഇത് അപ്പുറത്തോടെ വരുന്ന വഴിയാ. ഓ, ഇവിടെ എൻട്രൻസ് ഉണ്ടല്ലേ. നമ്മൾ താഴേക്കട വന്ന് മുകളിക്കടയും വരാം. അടിപൊളി. ഓ, അവിടെ ഉണ്ടാ. അതേതാ സിറ്റി? ഫുൾ ലൈറ്റാണ്. പിന്നെ റൈസർ കുറവായതുകൊണ്ട് ഈസിയാണ് ഇറങ്ങാൻ. ഹൈറ്റ് കുറവാണ്. യെസ്, അതുകൊണ്ട് വലിയ ടയർഡാവില്ല. ഇപ്പം താഴേക്ക് ഇറങ്ങണല്ലേ സഞ്ജു? 2 വഴിയുണ്ട് മുകളിലേക്ക് ഇറങ്ങാൻ, താഴേക്ക് ഇറങ്ങാനല്ലേ? ആ വീട് ചെയ്തിട്ടാ ഡാഡി പറഞ്ഞില്ല. അയ്യോ, ആ സ്പീഡാ. ഓക്കേ, ചെക്കുട്ടൻ ഈ പാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കൽബ ഹാങ്ങിങ് ഗാർഡനിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ദുബായിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി സ്ഥലമാണ്.
ജ്യൂസൊക്കെ പോയി പോയി ആ ജ്യൂസ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ